everyone, this is Basil. Welcome to I Plus Training Solutions. Today we are going to discuss prepositions. എന്താണ് ഈ prepositions? Preposition എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിൽ തന്നെ അവർ പറയുന്നുണ്ട് ഒരു സാധനത്തിന്റെ മുമ്പിൽ എടുക്കുന്ന പൊസിഷൻ ആണ് preposition. It takes a position before a noun. ഒരു നൗണിന്റെ മുൻപിൽ എടുക്കുന്ന പൊസിഷനെയാണ് നമ്മൾ prepositions എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് preposition of transport, അതായത് ട്രാൻസ്പോർട്ടേഷൻ പ്രിപ്പോസിഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ എക്സാംസിന് ട്രാൻസ്പോർട്ടേഷൻ പ്രിപ്പോസിഷനിൽ നിന്നും സ്ഥിരമായി ചോദ്യങ്ങൾ വരാറുണ്ട്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഐ ട്രാവൽ ബൈ കാർ, ഐ ട്രാവൽ ബൈ കാർ, ഐ ട്രാവൽ ഇൻ എ കാർ, ഐ ട്രാവൽ ഓൺ എ ട്രെയിൻ, ഐ ട്രാവൽ ബൈ ട്രെയിൻ. സി സോ ഈ ഇന്ന് ഓണ് ബൈ എന്നുള്ളതെല്ലാം ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രിപ്പോസിഷനാണ്. അതുകൊണ്ട് നമുക്ക് തരുന്ന ഓപ്ഷനുകളിലും ഈ ഇന്നും ഓണും ബൈയും എന്തായാലും കാണും. അപ്പം ഇതിലേറ്റവും മികച്ച ആൻസർ, ഇതിലേറ്റവും ബെസ്റ്റ് ആൻസർ ഏതാണ്, ഇതെങ്ങനെ പെട്ടെന്ന് ഓർത്തിരിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, ട്രാൻസ്പോർട്ടേഷൻ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് 3 തരത്തിലാണ് സാധാരണഗതിയിലുള്ളത്. ഇൻ, ഓൺ, ബൈ. അപ്പം നമ്മളുടെ ഓപ്ഷനുകളിൽ സാധാരണഗതിയിൽ ഈ 3 ഓപ്ഷനുകളും അവിടെ കാണുകയും ചെയ്യും. ഐ ട്രാവൽ ബൈ കാർ എന്ന് പറഞ്ഞു, ഐ ട്രാവൽ ബൈ ട്രെയിൻ എന്ന് പറഞ്ഞു, ഐ ട്രാവൽ ബൈ ഷിപ്പ് എന്ന് പറഞ്ഞു. ഇനി ഇതേ കാര്യം തന്നെ ഞാൻ ഐ ട്രാവൽ ഇൻ എ കാർ, ഐ ട്രാവൽ ഓൺ എ ട്രെയിൻ, ഐ ട്രാവൽ ഓൺ എ ഷിപ്പ് എന്ന് യൂസ് ചെയ്തു. അപ്പം സാധാരണഗതിയിൽ ട്രാവലിൻ്റെ കൂടെ അല്ലെങ്കിൽ ഹി ഗോസ്, ഷീ ഗോസ് എന്നീ പറയുന്ന സെൻറ്റൻസുകളിൽ എന്ത് പ്രിപ്പോസിഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇന്നായിരിക്കുമോ, ഓൺ ആയിരിക്കുമോ, ബൈ ആയിരിക്കുമോ? ഇനി തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്നും ഏറ്റവും മികച്ച ആൻസർ എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ഇന്നിൻ്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷനുകൾ, ഇന്നെന്ന് പറയുന്ന പ്രിപ്പോസിഷൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത്. കാറുണ്ട്, ട്രക്ക്, ഹെലികോപ്റ്റർ, taxi. Well, on, plane, ship, train, bicycle, bus, motorbike, foot. By car. See, ഇവിടെയും കാർ, ഇവിടെയും കാർ. By car, bus. നമ്മൾ ഇവിടെ ബസ് പഠിച്ചു, ഇവിടെയും ബസ്. By plane, sea, road, air, rail. നമ്മൾ കൺഫ്യൂസ്ഡ് ആയി. അതായത് ബൈയുടെ അവിടെയും കാറുണ്ട്, ഇന്നിൻ്റെ അവിടെയും കാറുണ്ട്. ബൈയുടെ അവിടെ ബസ് ഉണ്ട്, ഓണിൻ്റെ അവിടെയും ബസ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ വ്യത്യാസം മനസ്സിലാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ എക്സാംസിന് ക്വസ്റ്റ്യൻ വരുന്നതിൻ്റെ പാറ്റേൺ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയായിരിക്കും ചോദ്യം വരുന്നത്. ഐ ട്രാവൽ ഡാഷ് കാർ, എന്നിട്ട് ഈ പറഞ്ഞ ഓപ്ഷനുകളെല്ലാം അവിടെ കാണും. ഇന്ന്, ഓണ്, ബൈ, നൺ ഓഫ് ദീസ്, ഇതിലൊന്നും അല്ല എന്നുള്ളത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തുന്നത് എന്നുള്ളത്. ഐ ട്രാവൽ ഡാഷ് കാർ, ഐ ട്രാവൽ ഡാഷ് കാർ എന്നാണ് നമുക്ക് സെൻറ്റൻസ് വന്നിരിക്കുന്നതെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, ആൻസർ ബൈ ആയിരിക്കും. അതായത് നമ്മളുടെ ഈ ഫില്ലറിൻ്റെ കൂടെ, ഇവിടെ നമുക്കൊരു ഫില്ലർ കാണാമല്ലോ, ഈ ഫില്ലറിൻ്റെ കൂടെ വാഹനത്തിൻ്റെ പേര് നേരിട്ടാണ് വരുന്നത് എന്ന് വിചാരിക്കുക. ഫില്ലർ കഴിഞ്ഞിട്ട് നേരിട്ടൊരു വാഹനത്തിൻ്റെ പേര് വന്നു. ഫില്ലർ വന്നിട്ട് നേരിട്ടൊരു വാഹനത്തിൻ്റെ പേര് വരികയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, കണ്ണു അടച്ച് നമുക്ക് എഴുതാം, ആൻസർ ബൈ ആയിരിക്കും. അതായത് നമ്മൾ ഇത്രയും കാര്യം ഓർത്താൽ മതി. ഫില്ലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡാഷിനെയാണ് നമ്മൾ ഈ ഫില്ലർ എന്ന് വിളിക്കുന്നത്. ഡാഷ് കഴിഞ്ഞിട്ട് നേരിട്ടൊരു വാഹനത്തിൻ്റെ പേര് വരികയാണെങ്കിൽ അത് കാർ ആയിക്കോട്ടെ, ജീപ്പ് ആയിക്കോട്ടെ, ബസ് ആയിക്കോട്ടെ, ഷിപ്പ് ആയിക്കോട്ടെ, പ്ലെയിൻ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഒന്നും നോക്കണ്ട, കണ്ണു അടച്ച് നമുക്ക് എഴുതാം, ആൻസർ ബൈ ആയിരിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നോക്കിയാലോ. ഐ ട്രാവൽ ഡാഷ് എ കാർ. സി, ഐ ട്രാവൽ ഡാഷ് എ കാർ. ഇവിടെ ഞാൻ ബൈ എഴുതി കഴിഞ്ഞാൽ ഉത്തരം തെറ്റായിരിക്കും. എന്തുകൊണ്ട്? നമുക്ക് ഈ രണ്ട് സെന്റൻസുകളെയും കമ്പയർ ചെയ്ത് പഠിക്കാം. ഐ ട്രാവൽ ഡാഷ് കാർ, ഐ ട്രാവൽ ഡാഷ് a car.
ഇതിലാകെ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. എന്താ ഇവിടുത്തെ വ്യത്യാസം? ആകെ ഒരു ആർട്ടിക്കിൾ യൂസ് ചെയ്തു, ആകെ ഒരൊറ്റ ആൽഫബറ്റേ യൂസ് ചെയ്തിട്ടുള്ളൂ. എ എന്ന് പറയുന്ന ഒരു ആൽഫബറ്റ്. ഈ എ എന്ന് പറയുന്ന ആൽഫബറ്റ് വന്നതോടെ പിന്നെ നമുക്കിവിടെ ബൈ ഉപയോഗിക്കാൻ കഴിയില്ല. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ഫില്ലർ കഴിഞ്ഞിട്ട് നേരിട്ട് വാഹനത്തിന്റെ പേരാണ് വരുന്നതെങ്കിൽ, ഡാഷ് കഴിഞ്ഞിട്ട് നേരിട്ടൊരു വാഹനമാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, കണ്ണുമടച്ച് ബൈ എഴുതാം. അതാണ് നമ്മുടെ റൂള് ആണല്ലോ. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ ഡാഷ് കഴിഞ്ഞിട്ട് നേരിട്ട് വാഹനത്തിന്റെ പേരല്ല വന്നിരിക്കുന്നത്, എ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉപയോഗിച്ചു. അതായത് ഡാഷിന് കഴിഞ്ഞിട്ട് വാഹനത്തിന്റെ മുമ്പിൽ എന്തെങ്കിലും ഒന്ന് വന്നാൽ, എയോ ആനോ ദായോ അവൻ്റെയോ അവളുടേതോ അല്ലെങ്കിൽ ഒരു പേരോ എന്ത് വന്നാലും പിന്നെ നമുക്ക് ബൈ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഡാഷ് കഴിഞ്ഞ് നേരിട്ട് വാഹനമാണെങ്കിൽ കണ്ണുമടച്ചെഴുതാം, അത് ബൈ ആയിരിക്കും. ഡാഷ് കഴിഞ്ഞിട്ട് വാഹനത്തിന്റെ മുമ്പിൽ എയോ ആനോ ഹിയോ ഹിസോ ദായോ എന്ത് വന്നാലും പിന്നെ നമുക്ക് ഈ പറഞ്ഞ ബൈ യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴാണ് നമ്മൾ നമ്മുടെ വാഹനങ്ങളെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വാഹനങ്ങൾ എത്ര തരത്തിലെ വാഹനങ്ങൾ ഉണ്ട് എന്നുള്ളത്. നമുക്ക് പൊതുവായിട്ട് വാഹനങ്ങളെ ക്ലോസ്ഡ് വാഹനങ്ങളെന്നും ക്ലോസ്ഡ് അല്ലാത്ത വാഹനങ്ങളും എന്നും എടുക്കാം. ക്ലോസ്ഡ് അല്ലാത്ത വാഹനങ്ങൾ നിങ്ങൾക്കറിയാം, മോട്ടോർ ബൈക്ക്, ബൈസൈക്കിള്, ഇതൊക്കെയാണ് ക്ലോസ്ഡ് അല്ലാത്ത വാഹനങ്ങൾ. ഇനി ക്ലോസ്ഡ് ആയ വാഹനങ്ങൾ ഏതൊക്കെയാണ്? കാർ ക്ലോസ്ഡ് വാഹനമാണ്, ബസ് ക്ലോസ്ഡ് വാഹനമാണ്, ട്രെയിൻ ക്ലോസ്ഡ് വാഹനമാണ്, പ്ലെയിൻ ക്ലോസ്ഡ് വാഹനമാണ്. അപ്പം ആദ്യം നമുക്ക് ക്ലോസ്ഡ് വാഹനങ്ങളെ കുറിച്ച് പഠിക്കാം. ഇതിലെ ക്ലോസ്ഡ് വാഹനങ്ങളെ കുറിച്ച് പഠിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കൂ. ക്ലോസ്ഡ് വാഹനങ്ങൾ ഇതിലേതാണ് എന്ന് നിങ്ങൾ നോക്കി. പ്ലെയിൻ ക്ലോസ്ഡ് വാഹനമാണ്, ട്രെയിൻ ക്ലോസ്ഡ് വാഹനമാണ് ആണല്ലോ. അപ്പോൾ ഈ ക്ലോസ്ഡ് വാഹനങ്ങളിൽ നമുക്ക് രണ്ട് തരത്തിലെ വാഹനങ്ങളുണ്ട്. ക്ലോസ്ഡ് വാഹനത്തിൽ തന്നെ രണ്ട് തരത്തിലുള്ള വാഹനങ്ങളുണ്ട്. ആദ്യം നമ്മൾ എന്താ പഠിച്ചത്? രണ്ട് തരത്തിലെ വാഹനമുണ്ട്, ക്ലോസ്ഡും ക്ലോസ്ഡ് അല്ലാത്തതും. ക്ലോസ്ഡ് അല്ലാത്തത് ഏതാ? ട്രെയിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചത്. ഇനി ക്ലോസ്ഡ് ആയ വാഹനങ്ങൾ ഏതൊക്കെയാണ്? ക്ലോസ്ഡ് ആയ വാഹനങ്ങൾ കാറുണ്ട്, ട്രെയിൻ ഉണ്ട്, ഷിപ്പുണ്ട്, ദെൻ നമ്മളുടെ ഫ്ലൈറ്റ് ഉണ്ട്. ഇതെല്ലാം ക്ലോസ്ഡ് വാഹനങ്ങളാണ്. ഈ ക്ലോസ്ഡിൽ തന്നെ രണ്ട് തരത്തിലെ വാഹനങ്ങളുണ്ട്. അതായത് ചില വാഹനങ്ങളിൽ നമുക്ക് നടക്കാൻ സാധിക്കും ആണല്ലോ, നടക്കാൻ സാധിക്കുന്ന വാഹനം. ചില വാഹനങ്ങളിൽ നമുക്ക് നടക്കാനൊന്നും സാധിക്കില്ല, ഇരിക്കാൻ മാത്രമേ സാധിക്കൂ. ഏതൊക്കെയാണ് ഈ നടക്കാൻ സാധിക്കുന്ന വാഹനം? ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. ഏതൊക്കെയാണ് ഇരിക്കാൻ സാധിക്കുന്ന വാഹനം എന്നുള്ളതും നടക്കാൻ സാധിക്കുന്ന വാഹനം എന്നും. നമ്മുടെ വീട്ടിൽ കിടക്കുന്ന കാറ് തന്നെ നോക്കാം. കാർ, നമുക്ക് ആ കാറിനകത്ത് നടക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് കയറി നോക്കിയേ, നടക്കാൻ പറ്റൂല അല്ലേ? വേണമെങ്കിൽ നമുക്കൊന്ന് ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങാം, പക്ഷേ നടക്കാൻ പറ്റില്ല കാറിനകത്ത്. കാറിനകത്ത് നമുക്ക് ഇരിക്കാൻ മാത്രമേ സാധിക്കൂ. അപ്പോൾ ഇരിക്കാൻ പറ്റുന്ന വാഹനങ്ങൾ ഒരു വിഭാഗം. ഇനി നടക്കാൻ പറ്റുന്ന വാഹനം ഏതാ? നമ്മൾ കണ്ടിട്ടുണ്ട്, കണ്ടക്ടർ ടിക്കറ്റ് എടുത്തുകൊണ്ട് നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ നടക്കും അതിനകത്തൂടെ. ഏതാ? ബസ്സിനകത്ത്, ട്രെയിനിനകത്ത് നമ്മൾ നടക്കാറുണ്ടല്ലോ. അങ്ങനെ ഈ കമ്പാർട്ട്മെന്റിൽ നിന്ന് ആ കമ്പാർട്ട്മെന്റ് വരെ നമ്മൾ നടക്കും. അപ്പം നടക്കാൻ പറ്റുന്ന വാഹനങ്ങൾ ട്രെയിനുണ്ട്, ഷിപ്പുണ്ട്. ഷിപ്പിൽ നടക്കാൻ പറ്റില്ലേ? നടക്കാൻ സാധിക്കും. പക്ഷേ കാറിലും ഓട്ടോറിക്ഷ നടക്കാൻ പറ്റുമോ? ഇല്ല, ഓട്ടോറിക്ഷയ്ക്കകത്ത് നടക്കാൻ സാധിക്കില്ല. ഒന്നിരിക്കാം, നടക്കാൻ സാധിക്കില്ല. അപ്പൊ ഇരിക്കാൻ മാത്രം സാധിക്കുന്ന വാഹനങ്ങൾ ഓട്ടോറിക്ഷ, കാറ്, ട്രക്ക്, ഹെലികോപ്റ്റർ, ടാക്സി. ഇതിൻ്റെ മുമ്പിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ഇന്നായിരിക്കും എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അപ്പൊ ഇരിക്കാൻ മാത്രം സാധിക്കുന്ന വാഹനങ്ങൾ ഇരിക്കുക, ഇൻ. ഇരിക്കുക, ഇൻ. ഇന്നെന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇരിക്കാൻ സാധിക്കാതെ, അതായത് ഓടി നടക്കാൻ സാധിക്കുന്ന വാഹനങ്ങൾ, നമ്മൾ ഓടി നടക്കാറുണ്ടല്ലോ, ഓടി നടക്കാൻ സാധിക്കുന്ന വാഹനങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഓണായിരിക്കും. ഓടി നടക്കാൻ സാധിക്കുന്ന വാഹനം ഓണായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ. നമുക്ക് ജസ്റ്റ് നടക്കാൻ സാധിക്കുന്ന വാഹനങ്ങൾ നമുക്ക് നോക്കാം. പ്ലെയിൻ, ഷിപ്പ്, ട്രെയിൻ, ഇതിലെല്ലാം നമുക്ക് ഓടി നടക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇനി ആദ്യം നമ്മൾ ഡിവൈഡ് ചെയ്തു വെച്ചിരിക്കുന്ന ക്ലോസ്ഡ് അല്ലാത്ത വാഹനങ്ങൾ, തുറന്നു വെച്ചിരിക്കുന്ന വാഹനങ്ങൾ നമ്മൾ കുട്ടിക്കാലം മുതലേ പഠിച്ചിട്ടുള്ളതാണ്. The book is on the table. ടേബിളിന് മുകളിലാണ്. ക്ലോസ്ഡ് അല്ല. ക്ലോസ്ഡ് അല്ലാതെ പുറത്തു നിൽക്കുന്ന കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ഓണും ഇന്നും, ക്ലോസ്ഡ് ആയ കാര്യങ്ങൾക്ക് ഇന്നുമാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ തുറന്നു വെച്ചിരിക്കുന്നതിലെ മോട്ടോർ ബൈക്ക്. മോട്ടോർ ബൈക്ക് എങ്ങനെയാണ്? നമ്മൾ കാറ്റൊക്കെ അടിച്ചാണ് മോട്ടോർ ബൈക്ക്. ക്ലോസ്ഡ് ആണോ? അല്ല. മോട്ടോർ ബൈക്ക്, ബൈസൈക്കിള് കാറ്റൊക്കെ അടിച്ചാണ് നമ്മൾ പോകുന്നത്.
തുറന്നു വച്ചിരിക്കുകയാണ് ആണല്ലോ. സോ മോട്ടോർ ബൈക്ക്, ബൈസൈക്കിള് എന്നൊക്കെ പറയുന്നത് ഓൺ ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്തു? 2 തരത്തിൽ ഡിവൈഡ് ചെയ്തു. അതിൽ ക്ലോസ്ഡ് ഉണ്ട്, ക്ലോസ്ഡ് അല്ലാത്തതുമുണ്ട്. ക്ലോസ്ഡ് അല്ലാത്തതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഓൺ ആയിരിക്കും. മോട്ടോർ ബൈക്ക്, ബൈസൈക്കിള്. ഇനി ക്ലോസ്ഡ് ആയ വാഹനങ്ങളുടെ 2 തരത്തിലെ വാഹനങ്ങളുണ്ട്. ഒന്ന് നടക്കാൻ സാധിക്കുന്ന വാഹനങ്ങളും ഒന്ന് ഓടി നടക്കാൻ സാധിക്കുന്ന വാഹനം, അതും പിന്നെ ഒന്ന് ഇരിക്കാൻ സാധിക്കുന്ന വാഹനം. ഇരിക്കുക ഇന്ന്, ഓടി നടക്കുക ഓണ്. ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും ആൻസർ നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി ബൈ എവിടെ യൂസ് ചെയ്യുമെന്നാണ് നമ്മൾ പറഞ്ഞേ? ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് ഡാഷ് കഴിഞ്ഞിട്ട് വാഹനത്തിൻ്റെ പേര് വരികയാണെങ്കിൽ പിന്നെ ഈ ഇന്നു ഓണൊന്നും നോക്കണ്ട. ഈ ഇന്നു ഓണം നോക്കുന്ന സാഹചര്യം നമ്മൾ പറഞ്ഞു. ഈ വാഹനത്തിൻ്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു വേർഡ്, എയോ ആനോ ഹെറോ ഹിസ്സോ അല്ലെങ്കിൽ ഒരാളുടെ പേരോ ഒക്കെ വന്നാൽ മാത്രമേ ഇന്നും ഓണും യൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അതല്ലാതെ ഡാഷ് കഴിഞ്ഞാൽ നേരിട്ട് ആൻസർ വന്നു കഴിഞ്ഞാൽ ബൈ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ ഐ ട്രാവൽ ബൈ ബസ്. ഞാൻ ബസ്സിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഐ ട്രാവൽ ബൈ ബസ്. ഇനി ബസ്സിൻ്റെ മുമ്പിൽ എ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് യൂസ് ചെയ്യിക്കുന്നതെങ്കിൽ ഐ ട്രാവൽ ഓൺ എ ബസ്. ഐ ട്രാവൽ ഓൺ എ ബസ്. എങ്ങനെയാ വന്നത്? ബസ്സിൻ്റെ മുമ്പിൽ എ വന്നു. ബസ്സിൻ്റെ മുമ്പിൽ എ വന്നാൽ പിന്നെ നമുക്ക് ബൈ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മൾ നോക്കും, ബസ്സിൽ ഓടി നടക്കാൻ സാധിക്കുമോ? ഓടി നടക്കാൻ സാധിക്കും. അതോ ഇരിക്കാൻ മാത്രമേ പറ്റുള്ളൂ? അല്ല, ബസ്സിൽ നമുക്ക് ഓടി നടക്കാൻ പറ്റും. സോ ഐ ട്രാവൽ ഓൺ എ ബസ്. പ്ലെയിനിൽ ഐ ട്രാവൽ ഡാഷ് പ്ലെയിൻ. ഞാൻ പ്ലെയിനിലാണ് പോകുന്നത്. ഐ ട്രാവൽ ഡാഷ് പ്ലെയിൻ. ഐ ട്രാവൽ ബൈ പ്ലെയിൻ. ബൈ പ്ലെയിൻ. പ്ലെയിൻ്റെ മുമ്പിൽ എ വന്നാൽ പ്ലെയിനിൽ നടക്കാൻ സാധിക്കും. ഓൺ എ പ്ലെയിൻ. ഇനി സാധാരണഗതിയിൽ നമ്മൾ ഇപ്പം റൂട്ടുകളെ കുറിച്ച് പറയും. ഞാൻ സഞ്ചരിക്കുന്നത്, ഞാൻ യാത്ര ചെയ്യുന്നത് കടൽ മാർഗത്തിലൂടെയാണ്, അല്ലെങ്കിൽ റെയിൽവേയിലൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഞാൻ റോഡ് മാർഗത്തിലാണ്. ഇങ്ങനെയൊക്കെ വന്നാലും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ബൈ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഐ ട്രാവൽ ബൈ സീ. ഐ ട്രാവൽ ബൈ റോഡ്. ഐ ട്രാവൽ ബൈ എയർ. ഇതിൻ്റെ അർത്ഥം എന്താണ്? എയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലെയിൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ വായുമാർഗത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. സോ ഡാഷ് കഴിഞ്ഞിട്ട് നേരിട്ട് വാഹനമോ റൂട്ടോ വരികയാണെങ്കിൽ ഒന്നും നോക്കണ്ട, കണ്ണുമടച്ച് നമുക്ക് ബൈ എഴുതാം. ഇനി അതല്ല, വാഹനത്തിൻ്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു വേർഡ് അധികമായി വരികയാണെങ്കിൽ നമ്മുടെ റൂള് മാറി. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഏത് തരത്തിലെ വാഹനമാണ് എന്നുള്ളതാണ്. നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചെയ്തു നോക്കി അത് എങ്ങനെയാണ് ഓപ്ഷനിൽ നിന്നും ആൻസർ എഴുതുന്നത് എന്നുള്ള കാര്യം നോക്കാം. സി, നമ്മളുടെ ചോദ്യങ്ങൾ, ആദ്യത്തെ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തു, കമ്പയർ ചെയ്ത് നമ്മൾ പഠിച്ചു. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഐ ട്രാവൽ ഡാഷ് എ ബസ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഐ ട്രാവൽ ഡാഷ് എ ബസ്. ഇവിടെ ഡാഷ് കഴിഞ്ഞിട്ട് എ എന്ന് പറയുന്നത് ഞാൻ മറച്ചു വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്കൊന്നും നോക്കണ്ട. ഐ ട്രാവൽ ഡാഷ് ബൈ ബസ്. ഐ ട്രാവൽ ബൈ ബസ്. പക്ഷെ ഇവിടെ ബസ്സിന് മുൻപിൽ എ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട് ആണല്ലോ. അപ്പോൾ പിന്നെ ബൈ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ ട്രാവൽ ഡാഷ് എ ബസ്. ഡാഷ് എ ബസ്. ബസ്സിനകത്ത് ഓടി നടക്കാൻ സാധിക്കും. സോ കണ്ണുമടച്ച് നമുക്ക് ഓപ്ഷനിൽ നിന്ന് എഴുതാം ഓൺ എ ബസ്. ഓൺ എ ബസ്. ഐ ട്രാവൽ ഓൺ എ ബസ് ആണല്ലോ. We are traveling to Delhi dash road. We are traveling to Delhi dash road. ഞങ്ങൾ ഡൽഹിക്ക് പോകുന്നത് റോഡ് മാർഗത്തിലൂടെയാണ്. ചിലപ്പോൾ നമ്മൾ റോഡ് മാർഗത്തിലൂടെ പോകും, ഇനി റെയിൽ മാർഗത്തിലൂടെ പോകും, സീ മാർഗത്തിലൂടെ പോകും. ഡാഷ് കഴിഞ്ഞിട്ട് റൂട്ടാണ് പറയുന്നതെങ്കിൽ കണ്ണുമടച്ച് നമുക്ക് ആൻസർ എഴുതാം ബൈ റോഡ്. We are traveling to Delhi by road. We are traveling to Delhi by road. My son travels dash bus. My son travels dash bus. ഇവിടെ നോക്ക്, ബസ്സിന്റെ മുമ്പിൽ എ ഉണ്ടായിരുന്നു ഇവിടെ, പക്ഷെ ഇവിടെ ഉണ്ടോ? ഇല്ല. കണ്ണു അടച്ച് നമുക്ക് എഴുതാം. ഡാഷ് കഴിഞ്ഞിട്ട് വാഹനമാണ് വരുന്നത്. ബസ്സാണ്, പ്ലെയിനാണ്, കാറാണ്, മോട്ടോർ ബൈക്കാണ്, എന്തായാലും പിന്നെ നമുക്ക് ബൈ എഴുതാം. വേറൊന്നും ചിന്തിക്കേണ്ട കാര്യം പോലും ഇല്ല. ബൈ ബസ്. മൈ സൺ ട്രാവൽസ് ബൈ ബസ്. സി, ഇവിടെ ഐ ട്രാവൽ എന്ന് യൂസ് ചെയ്തു. ഇവിടെ എന്താ മൈ സൺ ട്രാവൽസ് എന്ന് പറഞ്ഞേ? വൈ?
മൈ സൺ ട്രാവൽസ്. ബിക്കോസ് എൻ്റെ മോൻ എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. നമുക്കറിയാം ഇംഗ്ലീഷിലെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ്, ഗ്രാമറിൻ്റെ ഫണ്ടമെൻ്റൽ കോൺകോർഡ് പ്രിൻസിപ്പിളാണ്, ഇഫ് ദ സബ്ജക്റ്റ് ഇസ് സിംഗുലർ ദ വേർബ് ഓൾസോ ഷുഡ് ബി സിംഗുലർ. എങ്ങനെയാണ് ഒരു വെർബിനെ സിംഗുലർ ആക്കുന്നത്? നമുക്കറിയാവുന്ന വെർബുകളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി നിങ്ങൾ. എന്താണ് ഈ വേർബ് എന്ന് പറഞ്ഞാൽ? വേർബ് എന്ന് പറഞ്ഞാൽ ഡൂയിങ് ആക്ഷനുകളെ എല്ലാം നമുക്ക് വെർബ് എന്ന് പറയാം, ആണല്ലോ. ഗോ, സ്റ്റഡി, പ്ലേ, ഇതെല്ലാം വെർബുകളാണ്. ഈ വെർബുകളെല്ലാം പ്ലൂറൽ സെൻസുകളിലാണ് വരുന്നത്. അപ്പോൾ ഒരു വെർബിനെ എങ്ങനെയാണ് സിംഗുലർ ആക്കുന്നത്? എന്തിനാണ് ഒരു വെർബിനെ സിംഗുലർ ആക്കേണ്ടത്? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമുക്ക് വെർബിനെ സിംഗുലർ ആക്കിയേ കഴിയൂ. അപ്പം ഇഫ് ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ ദ വെർബ് ഓൾസോ ഷുഡ് ബി സിംഗുലർ. സീ ഹിയർ മൈ സൺ, വി ആർ ടോക്കിംഗ് അബൌട്ട് മൈ സൺ. എൻ്റെ മോൻ എന്ന് പറയുന്നത് ഒരാളാണ്. So if the subject is singular, the verb also should be singular. My son travels. That's why we use the verb travels. ഇതിന് പകരം I ആയിരുന്നെങ്കിലോ ഞാനായിരുന്നെങ്കിലോ I travel. അവനായിരുന്നുവെങ്കിലോ he travels. അവളായിരുന്നുവെങ്കിൽ she travels. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ പ്ലൂറൽ സബ്ജക്റ്റുകൾ? ഓർത്തിരിക്കാൻ എളുപ്പമാണ് നമുക്ക്. അയ്യോ ദേവി എന്ന് ഓർത്താൽ മതി. അയ്യോ ദേവി. I, you, they, we, അയ്യോ ദേവി. ഇതെല്ലാം പ്ലൂറൽ സബ്ജക്റ്റുകളാണ്. അയ്യോ ദേവി എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റുകളാണ്. ഐ ഗോ, യു ഗോ, ദേ ഗോ, വി ഗോ. ഇനി സിംഗുലർ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്? ഹി, ഷീ, ഇറ്റ്. ഒരാളുടെ പേര് സിംഗുലർ സബ്ജക്റ്റ്. രാഹുൽ, റാണി. രാഹുൽ ട്രാവൽസ്, റാണി ട്രാവൽസ്. ഐ ട്രാവൽ, യു ട്രാവൽ, ദേ ട്രാവൽ, വി ട്രാവൽ. മന്ത്രം ജപിക്കുന്നത് പോലെ ഇത് ജപിച്ച് പഠിക്കുക. അയ്യോ ദേവി പ്ലൂറൽ സബ്ജക്റ്റുകൾ. ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ ഒരാളുടെ പേര് സിംഗുലർ സബ്ജക്റ്റ് ആണ്. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കും. വെൽ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. We went dash food. We went dash food. നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന റാങ്കിങ്ങിൽ വരുന്ന ചോദ്യങ്ങളാണ് we went dash ഫുഡ് എന്നുള്ളത്. സി, ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചത് വാഹനമായിരുന്നുവെങ്കിൽ ഡാഷ് കഴിഞ്ഞിട്ട് നേരിട്ട് വാഹനത്തിൻ്റെ പേരാണ് വരുന്നതെങ്കിൽ ഒന്നും നോക്കണ്ട, കണ്ണുമടച്ച് ബൈ എന്ന് എഴുതാം. പക്ഷേ ഇവിടെ ഫുഡ് എന്ന് പറയുന്നത് വാഹനമാണോ? അല്ല, കാൽനടയായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നു എന്ന് പറയാനാണ് നമ്മൾ ഫുഡ് ഉപയോഗിക്കുന്നത്. സോ we went dash food, ഇതാണ് നമ്മുടെ യൂസേജ്. we went dash food എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം? we went dash food എന്നുള്ളത് ഇത് ഓർത്തിരിക്കാൻ നമുക്ക് എളുപ്പമാണ്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഓപ്ഷൻസിൽ നമുക്ക് കിട്ടുന്ന ഓപ്ഷനുകൾ എന്ന് പറയുന്നത് ഇന്ന്, ഓണ്, ബൈ, നൺ ഓഫ് ദീസ്. ഇതിലേതെങ്കിലും ഓപ്ഷൻസേ നമുക്ക് വരത്തുള്ളൂ. ഇത് മൂന്നും, ഈ പറയുന്ന ഇന്നും, ഓണും, ബൈയും എല്ലായ്പ്പോഴും വെഹിക്കിൾസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രിപ്പോസിഷനുകൾ തന്നെയാണ്. ഇനി ഫൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സി ദ സ്പെല്ലിംഗ് FOOT, ഫൂട്ട്. രണ്ട് ഓകൾ ഉണ്ട്. അപ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് പഠിക്കാം എങ്ങനെയാണ് ഓപ്ഷനിൽ നിന്ന് ആൻസർ ചെയ്യുന്നത്, ആണല്ലോ. രണ്ട് ഓ ഉണ്ട്. സി, ഓയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എന്ത് പ്രിപ്പോസിഷനാണ് നമുക്കുള്ളത്? ഓയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഏതാണുള്ളത്? ഓൺ മാത്രമല്ലേ ഉള്ളൂ ഓയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നും ഇല്ല, ബൈയും ഇല്ല. സോ we went on foot. we went on foot എന്നേ നമ്മൾ പറയത്തുള്ളൂ. നമുക്ക് ഈ സ്പെല്ലിങ്ങിൽ നിന്ന് തന്നെ പ്രിപ്പോസിഷൻ അവിടെ പഠിക്കാം. അപ്പോൾ ഫൂട്ട് എന്ന് പറയുന്ന വേർഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഓൺ ഫൂട്ട്. ബൈ ഫൂട്ട് എന്നൊന്നും നമ്മൾ പറയില്ല. ഇവിടെ ഡാഷ് കഴിഞ്ഞിട്ട് നേരിട്ട് ഫൂട്ട് എന്നാണ് വന്നിരിക്കുന്നത്. സോ we went on foot. we went on foot. I go to school dash my bike. See, I go to school dash my bike. ഞാൻ സ്കൂളിലേക്ക് പോകുന്നത് എൻ്റെ ബൈക്കിലാണ്. ഞാൻ സ്കൂളിലേക്ക് പോകുന്നത് എൻ്റെ ബൈക്കിലാണ്. ഡാഷ് കഴിഞ്ഞിട്ട് ഈ മൈ ഇല്ലായിരുന്നുവെങ്കിൽ, എൻ്റേത് എന്നില്ലായിരുന്നുവെങ്കിൽ, ബൈക്ക് മാത്രമായിരുന്നുവെങ്കിൽ പറയൂ. ഡാഷ് കഴിഞ്ഞിട്ട് നേരിട്ടൊരു വാഹനമാണെങ്കിൽ ബൈ ആയിരുന്നു. ഇവിടെ ബൈ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ ബൈ ഉപയോഗിച്ചാൽ അത് തെറ്റാണ്. കാരണം എന്താ? ഐ ഗോ ടു സ്കൂൾ ഡാഷ്, ബൈക്കിന്റെ മുമ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത് മൈ എന്ന് പറയുന്ന വേർഡാണ്. ഒരക്ഷരം മാറിയാൽ മതി. ഇവിടെ മൈ തന്നെ വരണമെന്നില്ല. ഹിസ്,
വേണ്ട, എ ബൈക്ക് എന്ന് മതി. ഒരൊറ്റ അക്ഷരമേ ഉള്ളൂ. പക്ഷേ അക്ഷരം മാറിയാൽ പിന്നെ നമ്മുടെ ഷോർട്ട് കട്ട് നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നത്തെ നമ്മുടെ ഷോർട്ട് കട്ട് എന്താണ്? നമുക്ക് 2 തരത്തിലെ വാഹനങ്ങളുണ്ട്. ഏതൊക്കെ തരത്തിലാ? ക്ലോസ്ഡ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇന്നായിരിക്കും. ഇനി ഓപ്പണായ വാഹനങ്ങൾ ഏതൊക്കെയാണ്? മോട്ടോർ ബൈക്ക്, ബൈസൈക്കിൾ, ഇതെല്ലാം ഓപ്പണായ വാഹനങ്ങളാണ്. സോ ഓപ്പണായ വാഹനങ്ങൾ ഓ, ഓപ്പൺ ഓ. സോ ഓൺ മൈ ബൈക്ക്, ഓപ്പൺ on my bike. He goes to school dash bike. നിങ്ങൾ തന്നെ പറ, എന്തായിരിക്കും നമ്മളുടെ ഇവിടുത്തെ ആൻസർ? He goes to school dash bike. സോ ഇവിടെ ഡാഷ് കഴിഞ്ഞതിന് ശേഷം നേരിട്ട് വാഹനം വന്നിരിക്കുകയാണ്. നേരത്തെ വന്നിരിക്കുന്നത് പോലെ മൈയോ ഹിസ്സോ എയോ ഒന്നുമില്ല. സോ ഹി ഗോസ് ടു സ്കൂൾ ഡാഷ് ബൈക്ക് എന്നുള്ളതിൽ ഡാഷ് കഴിഞ്ഞതിന് ശേഷം വാഹനത്തിൻ്റെ പേര് നേരിട്ട് വരികയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, നമ്മളുടെ പ്രിപ്പോസിഷൻ ബൈ ആയിരിക്കും. സോ ഹി ഗോസ് ടു സ്കൂൾ ബൈ ബൈക്ക്. ഇവിടെ നോക്കി, ഐ ഗോ ടു സ്കൂൾ ഡാഷ് മൈ ബൈക്ക്. ഹിയർ ദ സബ്ജക്റ്റ് ഈസ് ഐ. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ ആണ്. ഐ ഗോ ടു സ്കൂൾ by bike. So here the subject is I. That means it is a plural subject. Ayo devi, plural subject. That's why we use the verb go. I go. See, second question he ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. He it is a singular subject. He goes, she goes, Namika goes. So he goes, Namika goes. See, so if the subject is singular, the verb also should be singular. If the subject is plural, the verb also should be plural. I go, you go, they go, we go, he goes, she goes, it goes. So he, she, it എന്ന് പറയുന്നത് singular subject, and I, you, they, we, these all are plural subjects എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. പ്രിപ്പോസിഷനിൽ അപ്പം ഈ ടെക്നിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓപ്ഷനിൽ നിന്നും ആൻസർ എഴുതാൻ സാധിക്കും. ഇതോടുകൂടി പ്രിപ്പോസിഷൻ ഓഫ് വെഹിക്കിൾസ് ഇവിടെ അവസാനിക്കുന്നു. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ബൈ.